എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഇന്നും ചെന്നൈയിൽ തന്നെയാണ്. ഇവിടുത്തെ വ്യവസായികളുടെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു യുവ വ്യവസായിയാണ്. ചെന്നൈയിൽ സിറ്റാഡൽ ഡ്രൈവ് എന്ന സ്ഥാപനം നടത്തുന്ന സഞ്ജയ് ബാബു സാർ. നമുക്ക് ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം സഞ്ജയ് ബാബു സാർ, ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം. സാറിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളിലൂടെ തന്നെ തുടങ്ങാം. സിറ്റാഡൽ ഡ്രൈവ് എന്താണത്? സിറ്റാഡൽ ഡ്രൈവ് പ്രീമിയം കാറിന്റെ ഷോറൂം. ലക്ഷറി കാറുകൾ നമ്മൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് സിറ്റാഡൽ ഡ്രൈവ്. 2012 തുടങ്ങി. അപ്പോൾ വേറൊരു പേരായിരുന്നു. എന്തായിരുന്നു? എക്സ് കാർസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്നു. പിന്നെ കുറച്ച് ബ്രാൻഡ് മാറ്റി പിടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇത് തുടങ്ങിയിട്ട് 2.5 വർഷമായി. അപ്പോൾ ഇപ്പൊ നിലവിൽ ഇവിടെയുള്ള കാറുകൾ ഇവിടെ മെസറാട്ടി ഉണ്ട്, ലാംബോ ഉറൂസ് ഉണ്ട്, പിന്നെ ഓഡി Q8 ഉണ്ട്, കുറെ എല്ലാ ബ്രാൻഡിന്റെയും വണ്ടി ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ കിടക്കുന്ന അല്ലാതെ ഗോഡൌൺ ഉണ്ട്, അവിടെ ഒരു 20-25 വണ്ടി വേറെ വണ്ടികളുണ്ട്. ഈ ഇപ്പോഴത്തെ ഈ ലക്ഷറി കാറുകളുടെയൊക്കെ വില ഒന്ന് പറയാം. സ്റ്റാർട്ടിങ് ഇവിടെ ഒരു 20 ലക്ഷം തൊട്ടുണ്ട്. 20 ലക്ഷം മുതലുണ്ട്. അതിന്റെ ഒറിജിനൽ അതായത് ഫസ്റ്റ് ഹാൻഡ് ഇതൊക്കെ ഷോറൂമിൽ നിന്ന് പുതുതായിട്ട് വാങ്ങിക്കുമ്പോൾ അതിന് എത്ര രൂപ? 1.5 കോടി രൂപ വിലയുള്ള സംഭവമാണ്. കാറാണ്, ലക്ഷറി കാറാണ്. നമ്മൾ വെറും 20 ലക്ഷം രൂപ കൊടുക്കണമല്ലേ? അപ്പൊ നമുക്ക് 1.5 കോടിയുടെ കാറിന് നടക്കണമെങ്കിൽ നമ്മൾ 20 ലക്ഷം രൂപ കൊടുക്കണം. ഇത്തിരി പഴക്കം അല്ലേ? എത്ര വർഷത്തെ പഴക്കമൊക്കെ ഉണ്ടാവും? 14, ഒരു 10 വർഷത്തെ പഴക്കം അല്ലേ? ആരും അറിയാൻ പോകും. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. ഈ ഇങ്ങനത്തെ ലക്ഷറി കാറും കൊണ്ട് നമ്മൾ എല്ലാ ലോങ്ങിലൊന്നും അധികം പോകില്ല. അത്യാവശ്യം ആളുകളുടെ മുമ്പിൽ ഇച്ചിരി ഗമ കാണിക്കേണ്ട ഫംഗ്ഷനിൽ മാത്രമേ നമ്മൾ കൊണ്ടുപോകാറുള്ളൂ. അതുകൊണ്ട് അധികം ഓട്ടം ഉണ്ടാവില്ല. 10 വർഷം കൊണ്ട് 40,000 ആണ്. അപ്പൊ പറഞ്ഞോളൂ, അപ്പൊ ഓരോ കാറുകളുടെയും വിലകളും എല്ലാം കൂടെ പറഞ്ഞോളൂ. 20 ലാക്സിന് ഏത് കാറാണ്? ഓക്കെ, മെസറാട്ടി. പേര് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര മെസറാട്ടി അല്ലേ? ഉറൂസ് കിടപ്പുണ്ട്, ഹുറാക്കൻ ഉണ്ട്, ലാംബോർഗിനിയുടെ 3.5 കോടി 4.5 കോടി ഇതൊക്കെ വണ്ടിയുണ്ട്. 3.5 കോടി 4.5 കോടി രൂപയുടെ വണ്ടി നമുക്ക് എത്രക്ക കൊടുക്കണം? സെക്കൻഡ് ഹാൻഡ് റേറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഇത് പുതിയ വണ്ടിയാണെങ്കിൽ 5.5-6 കോടി രൂപയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കൊടുക്കുന്നത് 3.5 കോടി. ശരി 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 ശരി, ഓക്കെ. അപ്പൊ ഓക്കെ, ഷോറൂം വില പുത്തന് 6 കോടിയൊക്കെ ഉള്ളത് നമ്മളൊരു 3.5 കോടിക്കൊക്കെ കൊടുക്കും അല്ലേ? അപ്പൊ നല്ല നല്ല കാറുകൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവര് ഇദ്ദേഹത്തെ ഈ സാറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. 2006 ഇപ്പൊ അപ്പൊ ഏകദേശം 18 വർഷമായി. ഈ 18 വർഷം ഈ കാർ ബിസിനസ് തന്നെ ആയിരുന്നു. ആദ്യം ഞാൻ DJ ആയിരുന്നു. DJ. അത് കഴിഞ്ഞ് ഷിപ്പ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നൊരു ബിസിനസ് തുടങ്ങി. ഓക്കെ, അത് വലുതായിട്ട് പോയില്ല. അത് നമുക്ക് നഷ്ടം വന്നു. വ്യവസായത്തിൽ അങ്ങനെയാണ്, ലാഭം ഉണ്ടാവും, നഷ്ടം. 18ാമത്തെ വയസ്സിൽ തുടങ്ങിയത്. 18ാമത്തെ വയസ്സിലാണ്. നമുക്ക് അത്ര പക്വത ഇല്ലാത്ത സമയത്ത് ഒരു എടുത്തുകയറ്റമായിരിക്കാം ചിലപ്പോൾ അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ റെസ്റ്റോറന്റിലോട്ട് ഇറങ്ങി. കേരള റെസ്റ്റോറന്റ് ഇവിടെ തുടങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പീക്കിൽ പോയതാണ്. എയർപോർട്ടിന്റെ ഓപ്പോസിറ്റ് തന്നെ. അത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേ 700 രൂപയായിരുന്നു കച്ചവടം. ഓക്കെ. ലാസ്റ്റ് അത് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും വരാത്ത ടൈം 2014 ആ സമയത്ത്. 2012 അപ്പം ലാസ്റ്റ് ഞാൻ കൊടുക്കുന്ന സമയത്ത് 42,000 രൂപ, 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു കടയായിരുന്നു. അത്രയും കച്ചവടമായി. വെറുതെ 700 രൂപ കച്ചവടത്തിൽ തുടങ്ങിയിട്ട് 42,000 രൂപ 3 മാസം കൊണ്ട് ഡെയിലി കച്ചവടം. 42,000 രൂപ വരും അല്ലേ? അതെന്തുകൊണ്ട് കൊടുത്തത്? അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഹോട്ടൽ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഉണ്ട്. അല്ല, ഇതിന് ഉത്തരവാദിത്വം ഇല്ലാന്നല്ല കേട്ടോ. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റത്തില്ല. അപ്പോൾ സിറ്റാഡൽ ഡ്രൈവ് എന്താണെന്നും എന്തൊക്കെ സേവനങ്ങളാണ് കൊടുക്കുന്നതെന്നും എന്നെല്ലാം ഏകദേശമൊക്കെ മനസ്സിലായി. സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ലക്ഷറി വണ്ടികളുടെ വിൽപ്പനയാണ് സിറ്റാഡൽ ഡ്രൈവ്. ഇപ്പോഴും നിലവിൽ 10, 28, 30 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ള ആളുകൾ വരിക, വാങ്ങിക്കുക. പിന്നെ അതല്ല, ഉപയോഗിച്ച് വിൽക്കാനാണെങ്കിൽ നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ മതി അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് തന്നെ വണ്ടി എടുക്കാം. അപ്പോൾ ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിലെത്തി. നാട്ടിൽ അഞ്ചൽ അല്ലേ? അഞ്ചലാണ് ജനിച്ചത്. അച്ഛൻ്റെ പേര് എന്താണ്? സുഭാഷ് ബാബു. സുഭാഷ് ബാബു. അമ്മയുടെ പേര് ഗീത. ഗീത.
അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സായിരുന്നു? ഞാൻ ദുബായിലായിരുന്നു. ദുബായിലായിരുന്നു. ഓ ഓക്കെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? സാമ്പത്തികമായിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ലാത്തൊരു വീടായിരുന്നു. തറവാടിന്റെ പേരെന്താണ്? ജനിച്ചത് വാർപ്പുരയിൽ. സഹോദരങ്ങൾ സഹോദരിമാരാരും? അനിയത്തിയുണ്ട്. അനിയത്തി സിനിമയിലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞ. ആണോ? ഏത് സിനിമയിൽ? തമിഴില് കുറെ സിനിമയിലുണ്ട്. ഓ ശരി. 10-200 ആഡ് ഫിലിംസ് ഒക്കെ ചെയ്ത് ലീമ ബാബു എന്നാ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അനിയത്തി സിനിമ ഫീൽഡ് ഇതിലൊക്കെ ഫീൽഡിലൊക്കെ പോയി. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് പെട്ടെന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കാനുള്ള എല്ലാവിധ 2 സിനിമയിൽ ചെയ്ത്? ഏത് സിനിമയിലേക്ക്? അത് തമിഴിൽ തന്നെയായിരുന്നു. ആണോ? പക്ഷെ അതോടെ എനിക്ക് മതിയായി. ഓടി നമുക്ക് അഭിനയം പറ്റില്ല. അപ്പൊ എനിക്ക് ചോദിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയിൽ അപ്പൊ ഇവിടെ ആരായിരുന്നു? ചെന്നൈയില് അമ്മയുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അമ്മയുടെ റിലേറ്റീവ് ഇവിടെ ചെന്നൈയിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ചെന്നൈയിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അച്ഛൻ ദുബായിലില്ല. അപ്പൊ ദുബായിലേക്ക് പോയിക്കൂടായിരുന്നു? ദുബായിലോട്ട് പോയല്ല, ഞാൻ ജനിച്ചത് ഇവിടെ ആയിരുന്നു. ഓ, ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലാണ് ജനനം അല്ലേ? അപ്പൊ പഠിച്ചതൊക്കെ നാട്ടിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 15 വയസ്സ് 16 വയസ്സിലാണ് ഇങ്ങോട്ട് പോകുന്നേക്കണം അല്ലേ? അപ്പൊ ആദ്യം എന്തായിരുന്നു ചെയ്തത്? ഒരു സൈഡിൽ പഠിത്തം, ഒരു സൈഡിൽ പിന്നെ കിട്ടുന്ന ജോലികളെല്ലാം ചെയ്തു. അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് കൊച്ചുനാള് തന്നെ ജോലി ചെയ്യാൻ നമുക്ക് മടിയൊന്നുമില്ല. എല്ലാ ജോലിയും നമ്മൾ ചെയ്യാറുണ്ട്. അതിനിടയ്ക്ക് പഠിത്തവും. അതെ. എന്നിട്ട് പഠിത്തം എവിടെ വരെ പോയി? പഠിത്തം ഇവിടെ കോളേജ് ചെയ്ത്. കോളേജിൽ എവിടെയായിരുന്നു? ഇവിടെ സാലിഗ്രാമം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ കോളേജിൽ പഠിച്ചു. പഠിത്തം ഒരു സൈഡിൽ, ബിസിനസ് ഒരു സൈഡിലൂടെ അങ്ങനെ പോയി. പിന്നെ ഏകദേശം നമ്മുടെ വിവാഹം കഴിക്കേണ്ട സമയമൊക്കെ ആയപ്പോൾ പഠിത്തം ചിലപ്പോൾ നിർത്തി കാണും അല്ലേ? എനിക്ക് 23 വയസ്സിൽ ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് കുറെ വിശേഷങ്ങളുണ്ട്. ലവ് മാരേജ് ആണ്. പിന്നെ നമുക്കറിയാലോ അദ്ദേഹത്തിന് പെൺകുട്ടികൾക്ക് ഇഷ്ടം തോന്നാനുള്ള ഒരു എന്താ പറയാ, ഗ്ലാമർ എന്നൊക്കെ നമ്മൾ പറയും. ഭയങ്കര ഗ്ലാമർ പറഞ്ഞ പോലെ നമുക്കൊരു സൗന്ദര്യമൊക്കെ തന്നേക്കണം. എന്തായാലും ഒരു ചെറിയൊരു സ്നേഹമൊക്കെ ഉണ്ടാവും. ഭാര്യയുടെ പേര് പ്രിൻസി അല്ലേ? അത് കോളേജ് വെച്ചായിരുന്നു അല്ലേ? കോളേജ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു അതോ നമ്മൾ പരിചയത്തിന്റെ വഴിയായിരുന്നു? ആണല്ലേ? കോളേജ് വെച്ചിട്ട്. ആരാണ് ആദ്യം സ്നേഹം തുറന്നു പറഞ്ഞത്? അതെ, നമ്മൾ ആണുങ്ങളല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണ്ടേ അല്ലേ? ചില ആൾക്കാർ പറയാം അവള് പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയേവില്ല. ചങ്കൂറ്റത്തോടുകൂടി നമ്മുടെ മലയാളീസിനെ കിട്ടുന്നത് അങ്ങനെ മലയാളിയെ തന്നെ കിട്ടി. പ്രിൻസി മലയാളിയാണ്. നാട്ടിലൂടെ തൃശ്ശൂരി. അപ്പൊ തൃശ്ശൂർക്കാരി എങ്ങനെ ചെന്നൈയിലെത്തി? പഠിക്കാൻ പറ്റുമോ? അല്ല, ജനിച്ചു വളർന്നത് ചെന്നൈ തന്നെ. നിങ്ങളെല്ലാരും ജനിച്ചു വളർന്ന് ഇവിടെയാണ്. പിന്നെ ഇവിടെ തന്നെ, ഇവിടുത്തെ ആളുകൾ തന്നെ. പിന്നെ പ്രത്യേകിച്ച് അയ്യോ ചെന്നൈയിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ജനിച്ചത് ഇവിടെ തന്നെയാണ്. അപ്പൊ സുഖമായിട്ട് രണ്ടുപേരും ആ സ്നേഹബന്ധം വിവാഹത്തിലെത്തി. ഓക്കെ. ഇവിടെ നമ്മള് എന്തായാലും അഞ്ജലിന്ന് 18 വർഷങ്ങൾക്ക് മുമ്പ് പോകുന്നു എന്ന് പറഞ്ഞാലും ഇവിടെ തന്നെ ജനിച്ചാണ്. അപ്പൊ ഇവിടെ എന്തായാലും ഇവിടുത്തെ വലിയ വലിയ VIP കളായിട്ടൊക്കെ പരിചയം ഉണ്ടാവും അല്ലേ? കാരണം വണ്ടിയും അതൊക്കെ തന്നെയാണ്. ലക്ഷറി കാറുകളുടെ വിൽപ്പനയും വാങ്ങിക്കലുമാണ്. വിജയിയുടെ കാർ എടുത്തെന്ന് പറഞ്ഞു. പേഴ്സണലായിട്ട് ഇവരുമായിട്ട് എന്നാ ബന്ധങ്ങളുണ്ടോ? അജിത് സാറായിട്ട് ഒത്തിരി ഇവിടുത്തെ CM-ന്റെ വണ്ടികൾ വരെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? നമ്മുടെ സ്റ്റാലിൻ. അപ്പൊ നല്ല കണക്ഷൻ എല്ലാവരും അല്ലേ? അത് ഇതില്ലാതെ പഞ്ചാബിലെ അവിടുത്തെ മെയിൻ ആൾക്കാരായിട്ട് അറിയാം. പിന്നെ കറണ്ട് റെയിൽവേ മിനിസ്റ്റേഴ്സിന്റെ, സെൻട്രൽ മിനിസ്റ്റേഴ്സിന്റെ വണ്ടി എടുത്തിട്ടുണ്ട്. ആന്ധ്രയിലെ CM-ന്റെ വണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അവർക്ക് ആന്ധ്രയിലെ CM-ന്റെ മക്കളായിട്ടൊക്കെ നല്ല കോണ്ടാക്ട്. നല്ല ബന്ധം. ഇതുകൊണ്ടൊരു ഗുണമുണ്ട്. അതെ, അതിൽ ഹിന്ദി എനിക്കറിയത്തില്ല. ഹിന്ദി അറിയാതെ തന്നെ ഇന്ത്യ മൊത്തം കറങ്ങി. അപ്പോൾ എന്തായാലും സിറ്റാഡൻ ഡ്രൈവ് പറഞ്ഞ പോലെ തന്നെ ഗംഭീരമായിട്ട്. ഇനിയൊരു വീഴ്ച എന്ന് പറഞ്ഞ സംഭവം ഇല്ല. കാരണം നമുക്കൊരു ഫ്ലഡിൽ നമുക്കൊരു പണി കിട്ടി. നല്ലൊരു പണി കിട്ടി. ഇനി നമ്മളെല്ലാം കണ്ടു. ചില വണ്ടിയൊക്കെ ഞാൻ എടുത്തോണ്ട് വരുമ്പോ തന്നെ എഞ്ചിൻ സീസ് ആയിട്ടുണ്ട്. പണ്ട് ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളും ഉണ്ടാവും, കോട്ടങ്ങളും ഉണ്ടാവും. നമ്മുടെ ഇനി ഇതുപോലുള്ള വ്യവസായങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ, അവരോടൊരു അഡ്വൈസ്. നമ്മുടെ ഇത്ര നാളത്തെ 20 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് 3 ബിസിനസ് നടത്തിയിട്ടുണ്ടാകും അല്ലേ? അപ്പൊ ആ ബിസിനസ് എടുത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരു ബിസിനസ് സക്സസ് ആവുന്നെങ്കിൽ പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഫെയിലിയർ ആവും. അപ്പൊ വിട്ടിട്ട് പോരുത്. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിലേ ഇത് കയറത്തുള്ളൂ. അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ പൈസ പോയി എന്ന് പറഞ്ഞ് വീട്ടിൽ കരഞ്ഞോണ്ട് കിടക്കുന്നെങ്കിൽ അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ
ഈ വിജയതന്ത്രം മുന്നോട്ട് പോട്ടെ. ഇനിയും ഒത്തിരി ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ ആശംസകളും. ഇത്രയും നേരം ഈ യുവ വ്യവസായിയായ സഞ്ജയ് ബാബു നല്ല നല്ല വിശേഷങ്ങൾ ഞങ്ങളുടെ ഐക്യൻസ് ഓഫ് ഇന്ത്യയിലെ പ്രേക്ഷകരോട് പങ്കുവച്ചു. അപ്പോൾ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.